ഇതുകൊണ്ട് മഴക്കാരാണ്, നമ്മളെക്കാട്ടും താഴെയാണ് ഈ മേഘമൊക്കെ നിൽക്കുന്നത്. നമ്മൾ അതിനേക്കാളും പൊക്കത്ത് നിൽക്കും. മുന്നോട്ട് കാറ്റ് ശക്തി വന്നാൽ മുന്നോട്ട് പറക്കാൻ പറ്റുന്നില്ല. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. കഥയിൽ എൻ കണ്ണിൽ കണിയായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയ ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാനം ഒരു വ്യൂ പോയിൻറ്റിന് അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വാഗമണ്ണിൽ നിന്ന് പുള്ളിക്കാനം പോകുന്ന റൂട്ട് വഴി നമ്മൾ പോകാനുള്ള യാത്രയും അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളും അങ്ങനെ പോകുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ട്. ഞങ്ങൾ 2 പേരോടെയാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മഴയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയം 3 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ വാഗമണ്ണ് പുള്ളിക്കാനം എന്നൊക്കെ പറയുന്ന സ്ഥലം. എൻ്റെ വീട് പാലായാണ്. അപ്പം ഇവിടുന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ ഞാനും ഒരു കൂട്ടുകാരനെ ഉണ്ട്. ഞങ്ങൾ 2 പേരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ 2 പേര് പോകുന്ന കുറേ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ്. നമ്മൾ പോകുന്ന വഴി റോഡിലെല്ലാം ഫുള്ളും മഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ അടുത്ത് ഇത് മുന്നോട്ട് കാണാൻ പറ്റത്തില്ലാത്ത പോലെ രീതിയിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞും ചെറുതായിട്ട് മഴ തോന്നുന്ന പോലെയും ഒക്കെയുള്ള രീതിയായിരുന്നു. അതുകൊണ്ട് മഞ്ഞൊക്കെ ഉള്ള കാരണം റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വാഗമണ്ണിൽ നിന്ന് പുള്ളിക്കാനം റോഡോട് കയറി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കയറി കഴിയുമ്പം 2 സൈഡിലും തേയിലത്തോട്ടം ഇങ്ങനെ ചുറ്റും മലനിരയും ഒക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ്. റോഡിൽ നിന്ന് നിറച്ച് കുറേ സ്ഥലത്ത് പശുക്കളെ ചുമ്മാ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക. റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആയിട്ട് പശുക്കളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ആയിട്ട് തേയിലത്തോട്ടം ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ മഞ്ഞൊക്കെ നിർത്തി. ഇത് നമ്മൾ പോയ വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. അങ്ങനെ വെള്ളം ലേക്ക് പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. അതിന് അപ്പുറത്തെ മേളിലോട്ട് ഇങ്ങനെ ഫുള്ള് തേയില നട്ടേക്കുക. അതിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ ഫുള്ള് കോടയൊക്കെ മൂടി നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. ഞങ്ങളുടെ ബൈക്കൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്താണിത്. നമ്മളവിടെ ഫോട്ടോസും വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് നിന്ന ടൈമിൽ തന്നെയാണ് പെട്ടെന്ന് മേളിൽ ഇങ്ങനെ കോട മുഴുവൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും പോയപ്പം പിന്നെയും റോഡിലെല്ലാം ഫുള്ള് മഞ്ഞായി. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മഞ്ഞും ഇതൊക്കെയുണ്ട്. ചെറിയ രീതിയിലൊരു മഴത്തുള്ളിലൊക്കെ അന്നേരം ഉണ്ട് ചെറുതായിട്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് മഞ്ഞും. ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ പോകുന്ന വണ്ടികളൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടുത്തുള്ളതൊക്കെ കാണാനേ ഉള്ളൂ. പിന്നെ ദൂരോട്ട് വലിയായിട്ട് നോക്കി നമുക്ക് വലിയ കാണാനും പറ്റില്ല. 2 സൈഡിലും തേയിലയൊക്കെ ആണെങ്കിലും അങ്ങോട്ട് വ്യൂ ഒന്നും നമുക്ക് വലിയധികം കാണത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴി അങ്ങനെ വാഗമണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വലിയ കടകളൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ കാണാനില്ല. ഇടയ്ക്ക് മുട്ടിനും എന്തെങ്കിലും ഇപ്പോൾ കണ്ട പോലെ എന്തെങ്കിലും ഒരു കടകൾ വല്ലതും കണ്ടാലേ അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയ കടകളും കാര്യങ്ങളും വീടുകളൊക്കെ ആണെങ്കിലും കുറവാണ്. മുഴുവൻ റോഡ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഇങ്ങനെ തേയില മുഴുവൻ നട്ട് അതിനകത്ത് മുഴുവൻ ഇങ്ങനെ കുട നിന്ന് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക. കുട ഇങ്ങനെ അടിച്ചു വരും, ചിലപ്പോൾ കുട തെളിയും. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം എൻ്റെ പുറകിൽ പോകുന്ന കൂട്ടുകാരനൊക്കെ കയറി പോകുന്നുള്ളൂ. അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതുവഴി നമ്മൾ കുറേ ട്രക്ക് ചെയ്ത് വേണം അങ്ങോട്ട് കയറിപ്പോയി. എങ്ങോട്ടാ പോകണ്ടേ? അങ്ങോട്ട് പോകണം ഗൈസ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല കിട്ടിലുള്ള റിവ്യൂ കിട്ടും നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ. നടന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് വഴി എടുത്തു. എന്നോട് വന്നാൽ വഴി കറക്റ്റ് എടുത്തു. ഇപ്പം മുഖം കാണിക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് അലർജിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞങ്ങളുടെ അവനിങ്ങനെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ മുഖം കാണിക്കില്ല. ഇനി നമുക്കിവിടെ കുറേ നടക്കാനുണ്ടോ? കോട ഒന്ന് മുടിക്കുക. അതുകൊണ്ട് ഒരു വ്യൂ കണ്ട് താഴോട്ട് നല്ല ഇവിടെ കാണുന്ന താഴോട്ട് അങ്ങോട്ടൊക്കെ നല്ല കിടിലൻ വ്യൂ ഉള്ളായിരുന്നു. പക്ഷേ ഫുള്ള് കോട വന്ന് മൂടിയിട്ട് ഒന്നും കാണുന്നില്ല. മഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ മഞ്ഞ്. അല്ലെങ്കിൽ ഇവിടെ താഴോട്ട് നല്ല വ്യൂ ഉള്ളതാണ്, പക്ഷെ ഇവിടെയെല്ലാം ഭയങ്കര മഞ്ഞാണ്. നല്ല മഞ്ഞിങ്ങനെ അടിച്ച് താഴെ കയറിയാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തെളിയാൻ സാധ്യതയുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ഉള്ള ഒരു റോഡും ഉണ്ട്, അവിടെ നല്ല വ്യൂ ഒക്കെ ഉള്ള. പക്ഷേ ഇതിൻ്റെ താഴോട്ട് കണ്ടോ
ഒന്നും കാണത്തില്ല. ഇത് ഭയങ്കര പൊക്കയാണ് താഴോട്ട്, ഫുള്ള് മഞ്ഞോട് മഞ്ഞ്. കണ്ട അവൻ അവിടെ പോയെന്ന് പോലും എനിക്ക് കാണത്തില്ല. അവനെ കാണാനില്ല. ഐശാനോടെ പോയി ഡാ. ആ നിന്നെ കാണുന്നില്ല. ണ്ടോ എന്നെ മഞ്ഞുന്നുണ്ട്, ഇതുപോലെ മഞ്ഞ. ഫുള്ള് മഞ്ഞായിട്ടൊന്നും കാണത്തില്ല ഗൈസ്. ഫുള്ള് മഞ്ഞായിട്ട് നമുക്കൊന്നും കാണത്തില്ല. ഇവിടെ താഴോട്ട് ഇതിന്റെ വൈകി കാണുന്ന ഇവിടെ നല്ല വ്യൂ ഉള്ള, പക്ഷെ മുഴുവൻ കോട വന്നിട്ട് മുഴുവൻ നമുക്കൊന്നും കാണത്തില്ല. വ്യൂ ഒട്ടും വ്യൂ ഇല്ല. ഫുള്ള് മഞ്ഞാണ് ചുറ്റിനും, മൊത്തം മഞ്ഞാണ്. അത് അവിടെ കാണുന്നൊരു പാറയൊക്കെ ഉണ്ട്. അത് അവിടെ പോയി നമുക്കൊരു പാറ ഇരിക്കാൻ പറ്റും. അവിടെ പാറയൊരു വ്യൂ ഒക്കെ ഉണ്ട്, പക്ഷെ കാണത്തില്ല. ഫുള്ള് മഞ്ഞാണ്. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് പോവായിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പാറ നല്ല വ്യൂ ഉണ്ട്, നമുക്ക് അവിടെ കയറുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പം തെളിഞ്ഞ് വരുന്നുണ്ട് ആകാശം, ചെറുതായിട്ട് ആകാശം തെളിഞ്ഞ് വരുന്നുണ്ട്. ചിലപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കാറ്റ് പോയിട്ട് വരുമ്പോഴത്തേക്കും തെളിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെളിയുവാണെങ്കിൽ നമുക്ക് നല്ല കിടിലൻ വ്യൂ കിട്ടും. താഴ്വശമൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നത് കണ്ടോ, അവിടെ തെളിഞ്ഞ് വരുന്നത്. ചിലപ്പം ഈ കാറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം മിക്കവാറും തെളിയായിരിക്കും. ഭയങ്കര കാറ്റടിക്കും, താഴെ നല്ല അടിപൊളി കാറ്റടിച്ചോണ്ടിരിക്കും. ആ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ താഴോട്ടുള്ള വ്യൂ കാണിക്കാവേ. അത്യാവശ്യം ഇപ്പം തെളിഞ്ഞു വന്നു. ചിലപ്പോൾ അറിയത്തില്ല ഇനി കാറ്റടിച്ചിട്ട് പിന്നെയും ഇത് മൂടി പോകുന്ന തെളിഞ്ഞ് വരുന്നുണ്ട്. മുമ്പേ അതിൻ്റെ കാണിക്കും. പിന്നെയും മഞ്ഞ് പക്ഷേ കാറ്റടിക്കണം. മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട്. ഇടികൾ എന്തായാലും കാണാൻ നടത്തില്ല. നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്. മുമ്പേ തെളിഞ്ഞ് വന്നായിരുന്നു, പിന്നെ അത് മൂടിപ്പോയി. എന്നാണെങ്കിലും നമ്മൾ വ്യൂ ഒന്നുമില്ല നോക്കിയിട്ട് പോകാം. ഏകദേശം കുറച്ച് നേരം അവിടെ നിൽക്കാം. പിന്നെ വ്യൂ ആയിട്ട് വരുമായിരിക്കും. കണ്ട താഴെ നിന്ന് തെളിഞ്ഞ് ഇങ്ങനെ എന്നാണ് നമുക്ക് നോക്കാൻ കഴിച്ചു. ഏതായാലും ചിലപ്പോൾ തെളിയുമായിരിക്കും. നല്ല കാറ്റടിച്ച ഇപ്പം കുറച്ചുകൂടെ തെളിഞ്ഞ് വരുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ള വ്യൂ കാണിക്കാതെ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. ചിലപ്പോൾ അടിപൊളിയായിരിക്കും, നോക്കാം. കഴിയുമ്പോഴത്തേക്കും തെളിഞ്ഞ് വരുന്നത്. കാറ്റടിക്കും, നല്ല അടിപൊളി കാറ്റടിക്കും. കാറ്റടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല. എന്നിട്ട് താഴെക്കൂടെയുള്ള വ്യൂ കണ്ടോ, അത് പിന്നെ വന്ന് മഞ്ഞ് വന്ന് മൂടി പോവാ. അവിടെ താഴെക്കൂടെ റോഡുണ്ട്, പിന്നെയും മഞ്ഞ് വന്നു. ഒന്ന് തെളിഞ്ഞ് വന്നായിരുന്നു. താഴെ അവിടെ റോഡ് അവിടെ കാണാൻ പറ്റും. താഴെ കൂടെ വണ്ടിയൊക്കെ പോകുന്നു. ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നു രാത്രിയൊക്കെ ആകും. പക്ഷെ പിന്നെയും മഞ്ഞ് വന്ന് മൂടുവാ. നല്ല രീതിയിലുള്ള കാറ്റാട്ടോ അടിക്കുന്നത്. കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല കാറ്റടിക്കും. അടിപൊളി കാറ്റായിരുന്നു. ഭയങ്കരമായിരുന്നു. കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും താഴെ നിന്ന് ഇങ്ങനെയുള്ള ഏകദേശം ഒരു വ്യൂ ഒക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് താഴോട്ടുള്ള ഒരു റോഡും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്ന പോലെ എളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മഞ്ഞൊക്കെ പോയിട്ട് എളിഞ്ഞ് വരുന്നു. ആ സൈഡിലുള്ള മഞ്ഞൊക്കെ ഇങ്ങനെ കയറി പോയിട്ട് അവിടെ മേളിലൊരു മരമൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു വ്യൂ അങ്ങേ സൈഡിലുണ്ട്. അതിനേക്കാളും വ്യൂ ഉള്ളത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങേ സൈഡിലും ആൾക്കാർ 2 പേരങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, 2-3 പേര്. അതിന് മേളിൽ കുറച്ച് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാറ്റടിക്കുന്ന കാരണം നമ്മൾ പറയുന്നതെല്ലാം കേൾക്കത്തില്ല. എല്ലാം കാറ്റടിക്കുന്ന ഭയങ്കര കാറ്റിന് സൗണ്ടാണ്. ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകും. അതിൻ്റെ അവിടെ ബ്രസീലിനൊക്കെ കാണുന്ന പോലത്തെ കൂടെ വീടിക്ക് സൗണ്ട് ക്ലിയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, 2 വീടുണ്ട്. ചിലപ്പോൾ എല്ലാം റിസോർട്ടൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ നിർത്തി പോയതായിരിക്കും. ആ ഫ്രണ്ടിൽ കാണുന്ന പാറയുടെ അവിടെ പോയിരിക്കുകയാണ്. നമുക്ക് കുറേ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അവിടെ നല്ലൊരു വ്യൂ വരും. അത്യാവശ്യം അവിടെ താഴെ ഇങ്ങനെ പൊക്ക പോലെ എടുക്കാം. ആ പാറയുടെ അവിടെ പോയിരിക്കുകയാണ് നല്ല ഫോട്ടോസൊക്കെ കുറേ എടുക്കാൻ പറ്റും. തെളിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലോട്ടുള്ളതൊക്കെ നമുക്ക് തെളിഞ്ഞാണ്. താഴെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയൊക്കെ കാണാം. ഇവിടെ കുറേ വീട് ഇരിപ്പുണ്ട്. ആരെങ്കിലും താമസിക്കുന്നുണ്ടല്ലോ, കണ്ടിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് പോയിട്ട് റിസോർട്ട് വല്ലതും പണിതിട്ട് ആൾക്കാരെ എന്തെങ്കിലും ഇട്ടിട്ട് പോയോ അങ്ങനത്തെ വല്ലതും ആണെന്ന് അറിയത്തില്ല. താഴെയൊക്കെ 2 വീടുണ്ട്. താഴെ കൂടെ ഇതിലെ റോഡ് പോകുന്നത്. നമ്മൾ വന്ന വഴിയുണ്ട്, ആ വഴി ഇങ്ങനെ ഇതിലെ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അതിലെ കൂടെ പോയിരുന്നു. അവിടെ പോയിരിക്കുകയാണെങ്കിൽ നല്ല വ്യൂ കിട്ടും, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ മഞ്ഞ് കയറി വരുന്നുണ്ട്. പിന്നെ മഞ്ഞ് വന്ന് മൂടും. ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് കേട്ടോ വന്ന് മഞ്ഞിങ്ങനെ മൂടുകയും കയറുകയും ചെയ്യുന്നത്. ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ടൈമിൽ തന്നെ മഞ്ഞ് വരും മഞ്ഞ് പോകും. ഇരിക്കട്ടെ, കാലം നല്ലപോലെ മഞ്ഞെല്ലാം പോയിട്ട് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഓർത്തിരിക്കും. ഇവിടെ കുറച്ച് നോക്കിയിരിക്കാം. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ കണ്ടിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരും. അതിലേ കൂടെ ഇങ്ങനെ നടന്നാൽ വന്നത്. ഇവിടെ ഒക്കെ നല്ല തെളിഞ്ഞ് വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു. ഇപ്പം തെളിഞ്ഞ് വരുന്നുണ്ട്.
പകടയിൽ പിന്നെയും എല്ലാം മാറും. വ്യൂ തെളിഞ്ഞു വരുന്നുണ്ട്. ഞങ്ങളിവിടെ കുറേ നേരം ഇരിക്കുന്നത്, ഇപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. കാരണം അങ്ങോട്ടുള്ള വ്യൂ അത്യാവശ്യം തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ പിന്നെ താഴെ നിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നുണ്ട്. പിന്നെയും ഒന്നിങ്ങനെ മൂടും, ഇടയ്ക്ക് ഇങ്ങനെ വരും, പിന്നെ പോവും, ഇടയ്ക്ക് വരും. കുറേ നേരമായി ഇവിടെ കുറച്ചൊരു ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറായിട്ട് ഞങ്ങളോട് ഇരുന്നിട്ട് ഇതുവരെ തെളിഞ്ഞൊന്നുമില്ല. 3/4 മണിക്കൂറായി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് തെളിയും, അതിന് പിന്നെയും മഞ്ഞ് വന്ന് മൂടും, പിന്നെയും തെളിയും, പിന്നെയും മഞ്ഞ് വന്ന് മൂടും, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും, താഴോട്ടെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ വന്ന് മഞ്ഞ് വന്ന് കയറി പിന്നെ മൂടും. അങ്ങോട്ട് പോവാം, അവിടെ പോയി ഇരിക്കാൻ നിർത്താൻ പറ്റും. ഞാൻ മുമ്പേ കാണിച്ച കല്ലില്ലേ, അവിടെ പോയി ഇരിക്കാൻ നോക്കിയതിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നെ മഴ ഇത് മഞ്ഞ് വന്ന് മൂടുമെന്ന് അറിയത്തില്ല. എനിക്ക് എന്നെ അറിയില്ല, അങ്ങോട്ട് പോവാം. അവിടെ പോയിരിക്കാൻ വേണ്ടി ഇവിടെ നല്ല കിട്ടില്ല വ്യൂ. ഒരു പാറ പോലെ ഭയങ്കര ഫ്രണ്ടോട് ഭയങ്കര ഒക്ക പോലെ ഇഷ്ടം വേണ്ടോ. ഫുള്ള് അത്യാവശ്യം ഡേഞ്ചറാണ്. പിന്നെ താഴോട്ട് ഭയങ്കര കുഴിയാ. ഇങ്ങനെ എന്നെ കാറ്റാണ്, നല്ല കാറ്റുണ്ട്. അവിടെ തന്നെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുക, അനങ്ങുന്നേ ഇല്ല. താഴോട്ട് പോയി ഇത് കണ്ടോ, അതിന് മുന്നോട്ട് കാറ്റിന് ശക്തി പറഞ്ഞാൽ മുന്നോട്ട് പറക്കാൻ പറ്റുന്നതിന്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നല്ലപോലെ തെളിഞ്ഞു നിന്നിട്ടുണ്ട്. ഇത് കണ്ട് മഴക്കാരാണ്, നമ്മളെക്കാട്ടും താഴെയാണ് ഈ മേഘമൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾ അതിനേക്കാളും പൊക്കത്ത് നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നത്. ആ മലയുടെ മേളിലേക്ക് കുറേ ആൾക്കാരുണ്ട്. കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നു ആകാശം ഇങ്ങനെ. പക്ഷെ ഇപ്പം നല്ലപോലെ താഴ്വശമൊക്കെ കാണാൻ പറ്റുന്ന നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ അങ്ങോട്ടൊന്നുള്ള വ്യൂ ഒന്നും കാണാൻ വ്യൂ ആയി വരുന്നത്. ഇവിടെയുള്ള ശരിക്കുള്ള വ്യൂ ആണെങ്കിൽ നമ്മൾ നൈറ്റായി കഴിയുമ്പോൾ ഇവിടെയുള്ള വ്യൂ കാണത്തുള്ളൂ. അവിടെ താഴെ മുഴുവൻ ഇങ്ങനെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ രാത്രി കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഡ്രസ്സ് താഴോട്ട് കാണാൻ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞ് ഭയങ്കര മഴയും കാറ്റ് പോകുന്നായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകാമെന്നുള്ള രീതിയിൽ പോവുക ചെയ്തത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യാത്രാ വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ട്രാവൽ മാൻ. ബൈ ഗൈസ്.